ഹായ് ഗായ്സ്, ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ടോപ്പ് 5 ഫോണുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി. അതിൽ ഫസ്റ്റ് വരാൻ പോകുന്നത് സാംസങ് S26 അൾട്രയും ഐഫോൺ 17 അതിൽ സാംസങ് S26 അൾട്രയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററി ഉണ്ട്, പ്ലസ് 60 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ് ആണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിനേക്കാളൊക്കെ എത്ര നല്ലതാണ്. അപ്പോൾ സാംസങ് ഈസ് ഗോയിങ് അപ്വേർഡ്സ്. നമ്മുടെ ഐഫോൺ 17 Pro Max 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ സാംസങ് ഇപ്രാവശ്യം 60 വാട്ട്സ് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ 25 വാട്ട്സ് 35 വാട്ട്സ് വയർലെസ് ചാർജിങ്ങും 10 വാട്ട്സ് റിവേഴ്സ് ചാർജിങ്ങും അവർ തരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 Gen 5 ആയിരിക്കും എല്ലാത്തിലും വരാൻ പോകുന്നത്. പക്ഷേ S26ലും S26 പ്ലസിലും സ്നാപ്ഡ്രാഗൺ വരാൻ സാധ്യത കുറവായിരിക്കും. എക്സിനോസ് 2600 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സറായിരിക്കും സ്നാപ്ഡ്രാഗൺ അല്ല സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് വരാനായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ വരുന്ന ഫോണാണ് ഐഫോൺ 17 അതിൻ്റെ ഡിസ്പ്ലേ വെറും 6.1 ഇഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ S26ൻ്റെത് 6.3 ഇഞ്ച് ഉണ്ട്. പക്ഷേ 17 വെറും 6.1 ഇഞ്ചാണ്. കഴിഞ്ഞ വർഷം 16 വന്നായിരുന്നു. തൂരിപ്പോയൊരു ഫോണായിരുന്നു, ആരും എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം 17 ഇറക്കുന്നുണ്ട്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ, 60 ഹെർട്സ് ഡിസ്പ്ലേ, A19 ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം C1 എന്ന് പറഞ്ഞിട്ടായിരിക്കും 16 അവർ ഉപയോഗിച്ചത്. C1 എന്ന് പറഞ്ഞിട്ട് അവരുടെ മോഡം. പക്ഷേ ഈ പ്രാവശ്യം C1X എന്ന് പറഞ്ഞിട്ടൊരു മോഡാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം C1 ആണ് ഉപയോഗിച്ചത്, ഈ പ്രാവശ്യം C1X എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വെർഷനാണ് ഈ വർഷം അവർ 17 ഉപയോഗിക്കുന്നത്. അതിൽ വരുന്നൊരു സിംഗിൾ ക്യാമറ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സിംഗിൾ ക്യാമറയാണ്. 48 MP റിയർ ക്യാമറയും പിന്നെ 12 MBൻ്റെ ഫ്രണ്ട് ക്യാമറയും. അത് എത്ര mAh ഉണ്ടെന്ന് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ വരുന്നത് iOS 26 പ്ലസ് ആയിരിക്കും. അതറിയാലോ, ഇപ്പോൾ ഐഫോൺ അവരുടെ പഴയ ഫോണിൽ ഒരു iOS 26 ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാക്സേഫും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കാറ്റഗറിയാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബഡ്ജറ്റിൽ നിൽക്കുന്ന കാറ്റഗറി, അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഗെയിമിംഗ് കാറ്റഗറി. അതിൽ വരാൻ പോകുന്നതാണ് iQ15R. ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗെയിമിംഗ് കാറ്റഗറി എന്നും പറയാം. അതുപോലെ ബഡ്ജറ്റിൽ നിൽക്കുന്ന കിഡ് ഫോണുകൾ ഇറക്കുന്നതാണ് ഈ iQ ഇപ്പോൾ ഇറക്കാൻ പോകുന്നത് iQ15R 8 Elite Gen 5 വെച്ചിട്ടാണ് അവർ വരുന്നത്. 3 നാനോമീറ്റർ ചിപ്സെറ്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. 16 GB റാം, LPDDR5X പ്ലസ് UFS 4.1 ഉണ്ട്. അങ്ങനെ പെർഫോമൻസിന് വേണ്ട പെർഫോമൻസ് ബീസ്റ്റ് എന്ന് പറയാലോ iQ15R വരുന്നുണ്ട്. പിന്നെ അവരുടെ OS എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒറിജിൻ OS 6ലേക്കാണ് വരുന്നത്. ഒരു സ്മൂത്ത് OS ആണ് എല്ലാവരും പറയുന്നുള്ളത്. പിന്നെ 6.59 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 144 ഹെർട്സ് ഡിസ്പ്ലേ, പ്ലസ് 200 MP ക്യാമറയാണ് മെയിൻ സെൻസർ. പിന്നെ 8 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 MB അവർ വെക്കുന്നുണ്ട്. മാത്രമല്ല ബാറ്ററി ലൈഫും 7600 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് തന്നിരിക്കുന്നത്. പ്ലസ് 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും. അതാണ് ഇപ്പോൾ S26 അൾട്ര 1.5 ലക്ഷത്തിൻ്റെ മേലെ പോകും. ആ ഫോണിൽ വെറും 5000 mAhും 60 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ്ങുമാണ്. പക്ഷേ 60 വാട്ട്സ് ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്തു, നല്ല കാര്യം. പക്ഷേ iQ15R എന്താ ചെയ്യുന്നത്? 7600 mAh ബാറ്ററി, ബഡ്ജറ്റ് ഫോൺ, 100 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും തരുന്നുണ്ട്. ഇതിൽ വരുന്നത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ IP68 പ്ലസ് IP69 പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മളെ സാധാ ആൾക്കാർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സാധാ ആൾക്കാർ കൂടുതൽ വാങ്ങാൻ സാധ്യതയുള്ള ഒരു ബഡ്ജറ്റാണ്, സാധാ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു ഫോണാണ് വിവോ V70. ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഒരു V40 ഉണ്ട്. ഒരു നല്ല ഫോണാണ്. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിഡ് ഫോണാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറയാണ്, പെർഫോമൻസ് അത് സ്നാപ്ഡ്രാഗൺ 7th Gen 3 ആണ് അതിൽ വെച്ചേക്കുന്നത്. ഇപ്പോഴും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഓവർ ഹീറ്റിംഗ് ഇല്ല, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടത് ഒരു സാധാരണ യൂസർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഫോണായിരുന്നു V40. ഇപ്പോൾ അവർ ഇറക്കിയിരിക്കുന്നു V70. ഇപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട്.
അതും ആക്ച്വലി ഒരു നല്ല ഫോണായിരിക്കും. പ്രൊസസ്സർ 7th Gen 4 ആണ് വന്നേക്കുന്നത്. അതായത് ഒരു ഡെയിലി യൂസർ അല്ലെങ്കിൽ ഹാർഡ് കോർ ഗെയിമറിനൊന്നും കളിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഡെയിലി യൂസറിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫോണായിരിക്കും V70. നല്ല ക്യാമറയും അവരെന്തായാലും പ്രൊവൈഡ് ചെയ്യും. നല്ല ബാറ്ററിയും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇപ്പോഴും എൻ്റെ അമ്മേൻ്റെ V40 നല്ല ബാറ്ററി കപ്പാസിറ്റിയാണുള്ളത്. ഫാസ്റ്റ് ചാർജിങ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. V70 അവർ ഉപയോഗിക്കുന്നത് 50 MB പ്ലസ് 8 MB പ്ലസ് 50 MB. 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 50 MB ടെലിഫോട്ടോ ലെൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയും 50 MB ആണ്. ഇത്രയും പറഞ്ഞതിൽ ആദ്യമായിട്ടാണ് ഫ്രണ്ട് ക്യാമറ 50 MB ഉള്ള ഫോൺ ഇറങ്ങിയത്. അല്ല, S26 അൾട്രയ്ക്ക് ഫ്രണ്ട് ക്യാമറ 50 MB ആയിരുന്നു, 1.5 ലക്ഷം. പക്ഷേ അതിൻ്റെ പകുതിൻ്റെ പൈസ ഉള്ള V70ക്ക് 50 MB ഫ്രണ്ട് ക്യാമറ അവർ വെച്ചിരിക്കുന്നു. പിന്നെ അവർ ബാറ്ററി ലൈഫ് വന്നത് 6500 mAh ബാറ്ററി ലൈഫ്, 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്. OS 6 ആണ് ഇതിലും വെച്ചിരിക്കുന്നത്. LPDDR5X റാം, അതുപോലെ UFS 4.1 സ്റ്റോറേജിലുണ്ട്. പിന്നെ വിവോ റെക്കമെൻഡ് ചെയ്യാൻ, അതായത് ഹാർഡ് കോർ യൂസർ അല്ല, അതിൽ പാരൻസിനൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു നല്ല ഫോണാണ് വിവോ. ഒന്നാമത് അവർ ഉപയോഗിക്കുന്ന അവരുടെ ഡെയിലി യൂസിന് പറ്റിയ ഫോണായിരിക്കും വിവോ. ക്യാമറ എടുക്കുക, ഫോട്ടോ എടുക്കുക, ബാറ്ററി ലൈഫ്, അത് രണ്ടും വിവോയിൽ കിട്ടാനുള്ള, എൻ്റെ അമ്മ ഉപയോഗിക്കുന്ന വിവോ V40 അത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വിവോ V60 കിട്ടാനുള്ള സാധ്യത എന്തായാലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫോണാണ്. മാത്രമല്ല ഈ വിവോൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഏറ്റവും ഒരു അടിപൊളി സപ്പോർട്ടാണ് വിവോ ശരിക്കും നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ ഗൂഗിൾ പിക്സൽ 10a ഇറങ്ങാൻ പോകുന്നു, ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ S26ൻ്റെ അതേ ഡിസ്പ്ലേ സൈസ് 6.3 ഇഞ്ച് വെച്ചിട്ടാണ് അവർ വരുന്നത്. പ്ലസ് അവരുടെ സ്വന്തം പ്രൊസസ്സർ ടെൻസർ G4 വെച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. വിച്ച് ഈസ് നോട്ട് എ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറല്ല. ടെൻസർ ഹീറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഹാർഡ് കോർ ഗെയിമിങ്ങിന് പറ്റിയതല്ല ടെൻസർ G4. പ്ലസ് അവരുടെ 48 MB ക്യാമറ വരുന്നുണ്ട്. ഗൂഗിളിൻ്റെ ക്യാമറ എല്ലാവർക്കും അറിയായിരിക്കും, നല്ല ക്യാമറയാണ്. 48 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്. അൾട്രാ വൈഡ് 13 MB വരുന്നുണ്ട്. പ്ലസ് 13 MB ഫ്രണ്ട് ക്യാമറ. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5100 mAh, 5100 mAh ആണ് വരുന്നത്. പിന്നെ 20 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് വരാതിരിക്കാം, അത് അറിയില്ല, അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ഓരോ റീജിയനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും ഒഫീഷ്യലല്ല. 20 വാട്ട്സിൻ്റെ ചിലപ്പോൾ വയർലെസ് വരാതിരിക്കാം. പിന്നെ അവരുടെ ആൻഡ്രോയിഡ് 16 OSലാണ് വരുന്നത്. 7+ years OS അപ്ഡേറ്റും അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഇന്നത്തെ സെഗ്മെൻറ്റത്തെ ഒരു ഫോണാണ് ടെക്നോ കർവ് 2. അല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് കുറയുന്നതിനേക്കാളും നല്ലത് പറയുന്നത് ബെസ്റ്റ് ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഫോൺ, ടെക്നോ പോവ കർവ് 2. അത് വരുന്നത് MediaTek Dimensity 7100 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറായിട്ടാണ്. 144 Hz ഡിസ്പ്ലേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 50 MB പ്ലസ് 2 MB 2 MB ക്യാമറയാണ്, റിയർ ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4K സപ്പോർട്ടഡ് ആണ്. പ്ലസ് 13 MB മറ്റേ ഗൂഗിൾ എന്ന പോലെ 13 MB ഫ്രണ്ട് ക്യാമറയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ടെക്നോ പോവ ഫോൺ, 8000 mAh ബാറ്ററി അവർ തരുന്നു. പ്ലസ് 45 വാട്ട്സ് വയർഡ് ചാർജിങ്. സോ ഇത്രയും ഫോണായിരുന്നു നമ്മളിന്ന് കവർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. വേറെ സാംസങ് ഗാലക്സി F70 ഏതൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. പിന്നെ പോക്കോ K14X എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൂടുമ്പോഴത്തേനും ലെങ്ത്ത് കൂടും. ഇതാണ് കുറച്ച് നല്ല ഫോണുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോനെ കുറിച്ച്. ഗൈസ്, എൻ്റെ സജഷനിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക iQ15R ആയിരിക്കും. ഈ മാസം ഇറങ്ങാൻ പോകുന്ന ബെസ്റ്റ് ഫോൺ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക iQ15R ആയിരിക്കും. കാരണം ഇറ്റ്സ് എ ഓൾറൗണ്ടർ. അതിൽ ബാക്കിൽ 2 ക്യാമറ വരുന്നുള്ളൂ, പക്ഷേ ബാക്കി എല്ലാം ഒഴിച്ചു നോക്കിയാൽ ബെസ്റ്റ് പെർഫോമൻസ് ബാക്കിയെല്ലാം തരുന്നത് iQ15R ആണ്.